സോ കീമിൻ്റെ റിസൾട്ടൊക്കെ ഏകദേശം വന്നു, +2 മാർക്കും ആഡ് ചെയ്തു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന റാങ്കിനാണ്. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു IIT ലെവലൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരു ന്യൂ ഏജ് ടെക് സ്കൂളിനെ പറ്റി പഠിച്ചാലോ? അതെ, ഞാനിന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പൊളാരിസ് സ്കൂൾ ഓഫ് ടെക്നോളജിനെ കുറിച്ചിട്ടാണ്. ഇത് ആക്ച്വലി ഒരു ന്യൂ ഏജ് ടെക് സ്കൂളാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇന്ത്യൻ്റെ IT ക്യാപിറ്റലായിട്ടുള്ള ബാംഗ്ലൂരിലാണ്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് 4 ഇയേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സാണ്. ഈ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിൻ്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നത് CSE വിത്ത് AI/ML ആണ്. ഒരു BTech ഇൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ സ്പെഷ്യലൈസേഷൻ വരുന്നത് AI/ML ആണ്. ഇവർ ഏകദേശം വരുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് ഈ ഒരു ന്യൂ ഏജ് ടെക് സ്കൂൾ വരുന്നത്. ഓക്കെ, സ്കിൽസ് യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഇവരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫൗണ്ടേഴ്സിനെ കുറിച്ച് നമ്മൾ അറിയണം. ഇവരുടെ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മുകുൾ റുസ്താക്കിയും അതേപോലെ തന്നെ ബസ്വത് അഗർവാളാണ്. ഒരാൾ IIT-ലാണ്, മറ്റേ ആൾ മൈക്രോസോഫ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ഇവരായിരുന്നു സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ക്ലാസ് പ്ലസ് ഇവർ നടത്തിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മികച്ച സ്റ്റാർട്ടപ്പാണ്. ഒരുപാട് ക്രോസ് ഓഫ് ടേൺ ഓവേഴ്സ് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവർ തന്നെയാണ് സ്റ്റുഡൻസിന് വേണ്ടി ഈ ഒരു പ്രോഗ്രാം ഇറക്കുന്നത്. ആൻഡ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവരൊക്കെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സോ ഇവരുടെ മെയിനായിട്ട് നമ്മൾ ഈ ന്യൂ ഏജ് പൊളാരിസിൻ്റെ കരിക്കുലത്തിലൂടെ നമ്മൾ പോയി നോക്കുകയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവർ ഫോളോ ചെയ്യുന്ന SGDL എന്ന് പറയുന്നൊരു മെത്തേഡാണ്. SGDL എന്ന് വെച്ചാൽ സീഡ് ഗ്രോ ഡിസ്ട്രപ്റ്റ് ലോഞ്ച്. നമ്മളെ സാധാരണ കോളേജ് പോലെയല്ല, ഏകദേശം നമ്മൾ 5000 hours ഓഫ് കോഡിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. 5000 hours കോഡിംഗ്, 4 വർഷം 5000 hours ഓഫ് കോഡിംഗ് ആണ്. അതുപോലെ നിങ്ങൾ റിയൽ ലൈഫ് പ്രൊജക്റ്റ്, അതേപോലെ നമ്മൾ സ്കൂൾ പോലത്തുള്ള അല്ലെങ്കിൽ കോളേജ് പോലത്തെ വെറുതെ അസൈൻമെൻറ്റ് പേപ്പറിൽ എഴുതി അങ്ങനത്തെ പരിപാടികളല്ല, വളരെ യൂസ്ഫുൾ ആയിട്ട് കാര്യമാണ്. അതേപോലെ ആ വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് 11 കോഡിംഗ് ലാംഗ്വേജസ്, 11+ കോഡിംഗ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ്. അതും നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ ടോപ്പ് കമ്പനീസിന് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് കേസ് നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഇവിടെ റിസൾട്ടും കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഏകദേശം 20 കുട്ടികൾ 2.5 ലാക്ക് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് പെയ്ഡായിട്ട് കിട്ടുന്ന ഇൻറ്റേൺഷിപ്പ് നേടിയെടുത്തിട്ടുണ്ട് 20 കുട്ടികൾ. അതും എവിടെയാണ് നേടിയെടുത്തത്? മറ്റെവിടെയല്ല, ഗൂഗിൾ സമ്മർ ഓഫ് കോഡിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് നേടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സമ്മർ ഓഫ് ബിറ്റ്കോയിൻ, LFX മെൻറ്റർഷിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, IITs NITസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നേടിയിരിക്കുന്ന ഇൻറ്റേൺഷിപ്പ് ഇവിടെ ഫസ്റ്റ് ഇയറിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹയസ്റ്റ് സ്റ്റൈപ്പൻഡൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ 5,50,000 ആയിരുന്നു ഒരു കുട്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇത് നെക്സ്റ്റ് കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മെൻറ്റർഷിപ്പാണ്. മെൻറ്റർഷിപ്പ് എന്നിവിടെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മെൻറ്റർഷിപ്പും സപ്പോർട്ടൊക്കെ കിട്ടാൻ പോകുന്നത് ഇൻഡസ്ട്രി പ്രൊഫഷണലാണ്. IIT അലൂമിനി, അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പൊക്കെ കണ്ടുപിടിച്ച് ഒരുപാട് സ്റ്റാർട്ടപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ നെക്സ്റ്റ്, അപ്പോൾ അടുത്ത പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം ടെക് കോമ്പിനേറ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഐഡിയ നിങ്ങൾ ആലോചിക്കുക, ഷാർക്ക് ടാങ്ക് പരിപാടി കാണുന്ന പോലെ തന്നെ വെച്ചാൽ നിങ്ങളുടെ ഒരു ഐഡിയ നിങ്ങൾ ഈ കോളേജിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഏകദേശം $10,000 വരെ അവർ ഇൻവെസ്റ്റ് ചെയ്യും നിങ്ങളിതിന് വേണ്ടി. അത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവർ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊരു തമാശ പോലത്തെ കാര്യമൊന്നുമില്ല, സീരിയസ് ആയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു മികച്ച സ്റ്റാർട്ടപ്പായിരുന്നു ഫ്രീറ്റോയാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ കൃത്യമായി ഫണ്ടും കാര്യങ്ങളൊക്കെ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ലൈഫാണ്. ക്യാമ്പസ് ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമ്പസ് ലൈഫ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഈ 24/7 എന്താണ് ഓപ്പൺ ആയിട്ടുള്ള കോഡിംഗ് ലാബ്സ് ഉണ്ട്. ഓക്കെ, 24/7 നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പോയിട്ട് ആ ലാബും കാര്യങ്ങൾ ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ ലൈബ്രറി ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ കോളേജ് ലൈഫല്ല, ഇവിടെ ഒരു വെറൈറ്റി, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലോട്ട് എത്തുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹാക്കത്തോൺസ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ മൈക്ക് നൈറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഫൗണ്ടർ മീറ്റപ്സ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസാണ് അവിടെ നേടിയെടുക്കാൻ പറ്റുന്നത് ഫൗണ്ടർ മീറ്റപ്സ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി, സാധാരണ കോളേജിനേക്കാളും ഉപരി ഒരുപാട് വെറൈറ്റി കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം അഡ്മിഷനും സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയാൻ വന്നത്.
അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജെയു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പൊളാരിസിന് ടെസ്റ്റിന് PAT എന്ന് പറഞ്ഞിട്ടുള്ള പൊളാരിസ് അഡ്മിഷൻ ടെസ്റ്റ് ജസ്റ്റ് ഒരു 45 മിനിറ്റിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും ഓൺലൈനിൽ നടത്തുക. ഓക്കെ, അതിൽ നിങ്ങളെ ലോജിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിംഗ്, ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എലിജിബിലിറ്റി ഉണ്ട് ഇവിടെ. മിനിമം എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്താൽ തന്നെ 60% നിങ്ങൾ ഇൻ ക്ലാസ് 12ൽ എടുത്തി, 60% നിങ്ങൾ 12ൽ വാങ്ങിയിരിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്കോളർഷിപ്പ് കിട്ടാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പിൻ്റെ ഉപരി വേറൊരു കാര്യം പറഞ്ഞാൽ JEEൻ്റെ സ്കോറും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്കോളർഷിപ്പും കാര്യങ്ങൾക്കും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാണ്. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ് ടു യു ആണ് എല്ലാ കാര്യങ്ങളും വരാവുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. നല്ലൊരു വെറൈറ്റി കാര്യം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫീസ് ഡീറ്റെയിൽസൊക്കെ കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ചോയ്സാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. അതൊക്കെ അന്വേഷിച്ച് പോവുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.